ട്രെയിനിൽ വെച്ച് കാണാതാകുന്ന രണ്ട് ഉത്തരേന്ത്യൻ സ്ത്രീകളുടെ ജീവിതം കാട്ടി മലയാളിയെ കൊതിപ്പിച്ച ചിത്രമാണ് ലാപ്പത്ത ലേഡീസ്. കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രം. വിപ്ലവ് ഗോസ്വാമി എഴുതിയ കഥ 5 കോടി ബജറ്റിലാണ് സിനിമയാക്കിയത്. ബോക്സ് ഓഫീസ് കളക്ഷൻ 30 കോടിയോളം നേടി. OTTയിൽ വന്നപ്പോൾ പാൻ ഇന്ത്യൻ തലത്തിൽ ഹിറ്റുമായി. ലാപ്പത്ത ലേഡീസ് എന്ന ഹിന്ദി വാക്കിനർത്ഥം മിസ്സിംഗ് ലേഡീസ് എന്നാണ്. കാണാതായ സ്ത്രീകളും അവരുടെ ചുറ്റുപാടുമൊക്കെ പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് ആർദ്രമായൊരു മഴ പോലെ പെയ്തിറങ്ങും. സിനിമ കണ്ടു തീർന്നാലും കുളിര് ബാക്കി. സിനിമയെപ്പോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ലാപ്പത്ത ലേഡീസിലെ പ്രധാനപ്പെട്ട 5 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലാപ്പത്ത ലേഡീസിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ദീപക് കുമാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്പർശ് ശ്രീവാസ്തവാണ്. ട്രെയിനിൽ വെച്ച് കാണാതായ ഭൂർകുമാരിയുടെ ഭർത്താവായാണ് സ്പർശ് സ്ക്രീനിലെത്തുന്നത്. ഒരു നവവരന്റെ അമ്പരപ്പും ആകുലതകളും പ്രണയവും വേദനയും അനായാസം നമ്മളിലെത്തിക്കാൻ സ്പർശിന് കഴിഞ്ഞിട്ടുണ്ട്. സ്പർശ് പ്രധാന വേഷത്തിലെത്തുന്ന ആദ്യ സിനിമ കൂടിയായിരുന്നു ലാപ്പത്ത ലേഡീസ്. 2010 സിനിമ റിയാലിറ്റി ഷോ ചക് ധൂം ധൂമിലൂടെയാണ് സ്പർശ് ആദ്യമായി സ്ക്രീനിലെത്തുന്നത്. ഹിന്ദി സീരിയലായ ബാലിക വധുവിൽ കുന്ദനായും പ്രേക്ഷക പ്രീതി നേടി. ഇപ്പോൾ 24 വയസ്സുള്ള സ്പർശ് സാറ അലി ഖാന്റെ എ വതൻ മേരെ വതനിലും വേഷമിടുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായ ഗ്രാമീണ വധുവായി നമ്മുടെ മനം കവർന്ന ഭൂൽകുമാരിയായി എത്തിയത് നിതാൻഷി ഗോയലാണ്. ഭർത്താവ് സ്വർണം കവർന്ന ശേഷം ഉപേക്ഷിച്ചു കടന്നുവെന്ന് പറയുന്ന മഞ്ജുമായുടെ വാക്കുകളേറ്റ് മുറിവേൽക്കുമ്പോഴും അതിനുമീതെ തന്റെ സ്നേഹത്തിന്റെയും താലിയുടെയും വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവൾ. തന്നെ അന്വേഷിച്ച് ദിലീപ് എത്തുമ്പോൾ തിരിച്ചറിയണമെന്ന് കരുതി 4 ദിവസത്തോളം കല്യാണ വേഷത്തിൽ കഴിഞ്ഞവൾ. പൊട്ടിപ്പെണ്ണിൽ നിന്ന് കരുത്തുറ്റ സ്ത്രീയായുള്ള ഭൂൽകുമാരിയുടെ മാറ്റം തന്മയത്വത്തോടെ അവതരിപ്പിച്ച നിതാൻഷിക്ക് ആരാധകരുമേറെയാണ്. മോഡലിംഗിലൂടെയാണ് നിതാൻഷി അഭിനയത്തിലേക്ക് എത്തുന്നത്. പുതുമുഖ നടിയുടെ അമ്പരപ്പുകളൊന്നും നിതാൻഷിയിൽ കാണാനാവില്ല. 2015 ഫാഷൻ ഐക്കണായിരുന്നു. നിരവധി പരസ്യങ്ങളിൽ നിതാൻഷിയെ കാണാം. ചൈൽഡ് ആർട്ടിസ്റ്റായി നിരവധി TV ഷോകളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ആയുഷ്മാൻ ഖുറാനയുടെ വിക്കി ഡോണറാണ് നിതാൻഷിയുടെ ആദ്യ ചിത്രം. MS ധോണി ദ അൺടോൾഡ് സ്റ്റോറിയിലും വേഷമിട്ടിട്ടുണ്ട്. രഹസ്യങ്ങൾ ഉള്ളിലൊളിപ്പിച്ച, പ്രേക്ഷകരെ കൺഫ്യൂഷൻ അടിപ്പിച്ച പുഷ്പ റാണി അഥവാ ജയയെ രസകരമായി അവതരിപ്പിച്ചത് പ്രതിഭാരന്ത എന്ന നടിയാണ്. കുറെ നിഗൂഢതകളും കള്ളത്തരവും രഹസ്യങ്ങളുമൊക്കെ ഓരോ ചലനങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ ജയയെ സസ്പീഷ്യസ് ആയി നിർത്താൻ പ്രതിഭയ്ക്ക് കഴിഞ്ഞു. സിനിമയുടെ സസ്പെൻസും ട്വിസ്റ്റും പ്രതിഭയുടെ ജയയിലായിരുന്നു. പക്ഷേ ചിത്രം അവസാനിക്കുമ്പോൾ ജയ കാഴ്ചക്കാരുടെ മനം കവർന്നുകൊണ്ട് തന്നെയാണ് ഡെറാഡൂണിലേക്ക് പഠിക്കാനായി ബസ് കയറുന്നത്. ആദായിഷ് എന്ന ടെലിവിഷൻ ഷോയിലൂടെ പോപ്പുലറാണ് പ്രതിഭാരന്ത. ഷിംലയിൽ നിന്നും നടിയാകണമെന്ന ആഗ്രഹത്തോടെ മുംബൈയിലെത്തിയ പെൺകുട്ടി. ലാപ്പത്ത ലേഡീസിന് ശേഷം സഞ്ജയ് ലീല ബൻസാരിയുടെ ഹീര മണ്ടിയിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഡാൻസറും തിയേറ്റർ ആർട്ടിസ്റ്റും കൂടിയാണ് പ്രതിഭ. ലാപ്പത്ത ലേഡീസിലെ താരമൂല്യമുള്ള ഒരേയൊരു ആർട്ടിസ്റ്റാണ് രവി കിഷൻ. നിരന്തരം പാൻ ചവയ്ക്കുന്ന, കൈക്കൂലി വാങ്ങുന്ന പോലീസ് ഓഫീസർ ശ്യാം മനോഹറായുള്ള രവി കിഷന്റെ ആദ്യ കാഴ്ച പോലും അത്ര മനോഹരമാണ്. ആദ്യം വില്ലൻ എന്ന് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് കാക്കിക്കുള്ളിലെ മനുഷ്യസ്നേഹിയാണ് നാം കാണുന്നത്. ഹിന്ദി, തെലുങ്ക്, തമിഴ് സിനിമകളിലൂടെ ഏറെ പരിചിതനാണ് രവി കിഷൻ. നിലവിൽ ഗോരഖ്പൂർ MP കൂടിയാണ് രവി കിഷൻ. സിനിമയിലുടനീളം 160ഓളം പാൻ ചവച്ചുവെന്നാണ് രവി കിഷൻ പറഞ്ഞത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നത്രേ. But sir, this made me curious. आपने कितने पान खाए थे इसके? तो पूरे दर्शकों 160 पान, जहां तक मोटा मोटी हमने गिना 160, और इस सीन में पर्टिकुलरली करीबन 32 पान गए, क्योंकि इसके टेक्स बहुत एंगल से लिए गए थे. तो यस, 32 पान मैंने इस सीन में खाए थे. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് വളരെ ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് ലാപ്പത്ത ലേഡീസ് എന്നാണ്
സിനിമയുടെ സക്സസിന് ശേഷം രവി കിഷൻ പ്രതികരിച്ചത്. സിനിമയിൽ മുഴുനീള വേഷം കിട്ടണമെന്നില്ല പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ. പടീല സ്റ്റേഷനിലെ ചായക്കട ഉടമ മഞ്ജുമായി സിനിമയിൽ വളരെ കുറച്ചേയുള്ളൂ. പക്ഷേ കുറുക്കിക്കൊള്ളുന്ന ഡയലോഗിലൂടെയും ആഴമേറിയ അഭിനയത്തിലൂടെയും മഞ്ജുമായെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് ഛായ കദമിനാണ്. ഗംഗൂബായിൽ ഛായ വേഷമിട്ടിരുന്നു. ചില പ്രസിദ്ധ മറാത്തി സിനിമകളിലും ബോളിവുഡ് സിനിമകളിലും ഛായ കദം അഭിനയിച്ചിട്ടുണ്ട്. ലാപ്പത ലേഡീസ് എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രം ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റായി ഇടാൻ മറക്കരുത്. ഇനി അഥവാ കണ്ടില്ലെങ്കിൽ ഒരു മികച്ച സിനിമയാണ് നിങ്ങൾ കാണാൻ വൈകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി ഇനിയും കാണാം. ബൈ.